ഇന്ന് ശനിയാഴ്ച രാവിലെ 11 മണി നമ്മുടെ ഷാർജയുടെ ഒരവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരു ഫാമിലിയുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഫുഡ് മെറ്റീരിയൽസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റിനെ അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്നൊരു 15 ബിൽഡിംഗ് ഇപ്പുറത്ത് മാറിയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് സാധനം കൊണ്ട് കൊടുത്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിപ്പം നിങ്ങൾ കാണുന്നത് ഷാർജയിലെ HSBC എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. HSBC ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് രണ്ട് സൈഡിലും കിടക്കുന്ന വെള്ളമാണ്. ഏകദേശം ഒരടിയോളം വെള്ളം കുറഞ്ഞതിന് ശേഷമുള്ള ദിവസമാണ് ഇന്ന്. പക്ഷേ പല വീടുകളിലും ഈ പറയുന്നത് പോലെ സ്റ്റാൻഡേർഡായിട്ട് ആളുകളുണ്ട്, അവർക്ക് ഫുഡ് മെറ്റീരിയൽസ് കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ പല സന്നദ്ധ സംഘടനകളും ഓരോ വ്യക്തികളും ഇതുപോലെ ഫുഡ് കിറ്റുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിവിധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ആളുകളിലേക്ക് സഹായം എത്തിക്കുന്നതിന് പ്രവർത്തിക്കുന്നു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഓരോ വ്യക്തികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുഡ് കിറ്റുകളും കാര്യങ്ങളും കൊടുത്ത് വെള്ളവും ഒക്കെ കൊടുത്ത് സഹായം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നു. ആരെയും കൈവിടുന്ന ഈ രാജ്യം നമ്മളെ എങ്ങനെ കരുതുന്നു അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അതിലേക്ക് പ്രവർത്തിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചാരിതാർത്ഥ്യമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഷാർജയുടെ കിങ് ഫൈസൽ സ്ട്രീറ്റ് HSBC ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള അവസ്ഥ. ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന നെസ്റ്റോ സിഗ്നലൊക്കെ ഏകദേശം വെള്ളം കുറഞ്ഞ് ഒരവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഏരിയയിൽ കിടക്കുന്ന വെള്ളം നീക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കടൽ പോലെ വെള്ളം കിടക്കുമ്പോൾ ഗവൺമെൻറ്റിനെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. അത്രമാത്രം കഠിന പ്രയത്നത്തിലൂടെ വിവിധ ഏരിയകളിൽ നിന്ന് വെള്ളം കളയുവാനുള്ള മാർഗ്ഗങ്ങൾ അവർ നോക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായ സ്ഥലങ്ങളിലെല്ലാം ഗവൺമെൻറ് മാക്സിമം വെള്ളം എടുത്ത് കളഞ്ഞുകൊണ്ട് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഷാർജ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റും അർദ്ധ സൈനിക വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു സൈനിക വാഹനം വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വണ്ടികളെ അവിടെ നിന്ന് വലിച്ച് വെള്ളമില്ലാത്ത ഏരിയകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ വന്നിട്ട് ടോയിങ് വെഹിക്കിൾസ് അത് വലിച്ചുകൊണ്ട് പോകും. റോഡിന് മറുവശത്ത് നിങ്ങൾക്ക് കാണാം നിരനിരയായ ടാങ്കർ ലോറികൾ. ഇത് വെള്ളം മാറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണിത്. വണ്ടികൾ വെള്ളത്തിൽ കിടന്നതെല്ലാം അവർ വലിച്ചു കൊണ്ടുവന്ന് വെള്ളമില്ലാത്ത ഏരിയകളിലേക്ക് മാറ്റിയിടുന്നു. ഇവിടെ നിന്ന് അതിനി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. അതുപോലെ ഷാർജ അൽവാദയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതും കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലായിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വെള്ളം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കൊണ്ട് ഈ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രമാത്രം ദ്രുതഗതിയിലാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാർജ സിറ്റി സെൻറ്ററാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലിലുള്ളത്. ഷാർജ സിറ്റി സെൻറ്ററിൻ്റെ രണ്ട് സൈഡിലുമുള്ള എത്തിഹാദ് റോഡ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന വെള്ളം അത് ടാങ്കറുകൾ ഉപയോഗിച്ച് വലിച്ച് മാറ്റി ഗതാഗത യോഗ്യമാക്കുന്നതിന് ഷാർജ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ക്ഷീണ പ്രയത്നത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ ഗതാഗത സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റി അതോറിറ്റീസും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് നമുക്കേവർക്കും അഭിമാനത്തോടെ ഓർക്കാം. ഇപ്പം നിൽക്കുന്നത് മദർ ക്യാറ്റ് റോഡിൻ്റെ ഓവർ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ സൈഡിലാണ്. ഷാർജയുടെ ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ റോഡിൻ്റെ ഈ കാണുന്ന ഭാഗം തൊട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അൽവാദ BMW റോഡ് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ തന്നെ കിടക്കുന്നു. ആ ഭാഗങ്ങളിലേക്കൊക്കെയുള്ള വെള്ളം വലിക്കാനുള്ള നടപടികൾ പുറകാലെ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. കാരണം മെയിൻ റോഡുകളാണ് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡുകളിൽ നിന്നുള്ള വെള്ളം നീക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം മാത്രമേ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം മാറ്റാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ടാങ്കർ ലോറികളിൽ വെള്ളം ഇവിടുന്ന് നീക്കം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ വളരെയധികം ടാങ്കർ ലോറികൾ പരിശ്രമിച്ച് വെള്ളം ഇവിടെ നിന്ന് എടുത്ത് വെള്ളമില്ലാത്ത ഏരിയകളിലേക്ക് മാറ്റിക്കൊണ്ട് കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലിലുള്ളത്. ഈ രീതിയിലാണ് ആളുകൾ കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. ഒരു രീതിയിലും കയ്യിൽ പിടിക്കാൻ മേലാതെ വെള്ളത്തിലേക്ക് വെക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഇപ്പം കാണുന്നത് സഫീർ മാർക്കറ്റാണ്. ഷാർജ
കിങ് ഫൈസൽ റോഡിലുള്ള സഫീർ മാർക്കറ്റ്. ആ മാർക്കറ്റിനകം മുഴുവൻ വെള്ളമാണ്. എന്നാലും അവർ സാധനങ്ങൾ പൊക്കി വെച്ചിട്ട് പാർക്കിംഗ് ഏരിയകളിൽ കിടന്ന വണ്ടികൾ വെള്ളത്തിൽ നിന്ന് വലിച്ച് മുകളിലേക്ക് കയറ്റി ഇട്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പോഴും 1-2 വണ്ടികൾ അതുപോലെ തന്നെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെള്ളം കയറി അങ്ങനെ തന്നെ കിടക്കുന്നു. പാർക്കിങ്ങുകൾക്കകത്ത് കിടന്ന വണ്ടികൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ.